നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 2. അങ്ങനെ ഇന്നലെ മുതൽ കേരളത്തിലെ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നതും പലയിടത്തും മഴ മൂലമുള്ള കെടുതികളും അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ പ്രധാനമായും 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. ബുധനാഴ്ചയോടുകൂടി നിഫ്റ്റിയുടെയും വെള്ളിയാഴ്ചയോടുകൂടി സെൻസെക്സിന്റെയും പുതിയ വീക്ക്ലി മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് ട്രേഡേഴ്സ് എൻ്റർ ആയെങ്കിൽ കൂടിയിട്ടും നാളെ മുതലാണ് ഈ കലണ്ടർ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഔദ്യോഗികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതും. വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് വരാം. കുറച്ചേറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ 3% നേട്ടം വീക്ക്ലി ബേസിസിൽ കൈവരിക്കുവാനുമായി, കൂടാതെ ഇന്ത്യ വിക്സിനും ഏകദേശം 5%-ലേറെ ഇടിവും വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾ അവയുടെ നേട്ടം തുടരുകയാണ് ചെയ്തത്. എങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും 67 പോയിന്റുകൾ ചോർന്നു പോയെങ്കിലും എന്നാൽ വെള്ളിയാഴ്ച നിഫ്റ്റി 24,383 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ശനിയാഴ്ച വെളുപ്പിന് 2:45 24,381 എന്ന ലെവലിലായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസിംഗും രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ നാളെ ഓഗസ്റ്റ് 3 തുടങ്ങി ബുധനാഴ്ച 5 തീയതി രാവിലെ 10 മണിയോടുകൂടി അവസാനിക്കുന്ന ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം ആയിട്ടുള്ള RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ ഏറ്റവും പ്രധാനമായും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. മാർക്കറ്റും നിക്ഷേപകരും അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ 5.25% റെപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതും. നിലവിൽ ഇൻഫ്ലേഷന്റെയും ഗ്രോത്തിന്റെയും ഗ്ലോബൽ കണ്ടീഷൻസിന്റെയൊക്കെ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതിനാൽ തന്നെ പോളിസി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നും വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ആയിരിക്കാം എടുത്തേക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുവെ വെച്ച് പുലർത്തുന്നതും. ആയതിനാൽ തന്നെ മാർക്കറ്റും നിക്ഷേപകരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ 5.25% റെപ്പോ റേറ്റ് സ്റ്റഡി ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുകയില്ല. എന്നാൽ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ ഒരു റേറ്റ് ഹൈക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. കാരണം നിലവിലെ സാഹചര്യത്തിൽ, അതായത് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളും കൂടാതെ എണ്ണയുടെ വിലയിലുണ്ടായ ഗണ്യമായ വർധനവിനെ തുടർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഏതായാലും വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ലതാനും. ഈ വീക്കെൻഡില് മാർക്കറ്റിലെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം ഒരു ആശങ്കയുണ്ടായിരുന്നു. അതായത് US ഭാഗത്ത് നിന്നും ഒരുപക്ഷെ ഇറാന് മുകളിലുള്ള ആക്രമണം അതിശക്തമാക്കുമെന്നുള്ള ഒരു ഭീതിയിലായിരുന്നു ലോകവും. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും US സഖ്യരാഷ്ട്രങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളുടെ മുകളിൽ തങ്ങൾക്കെതിരെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ശക്തമായ ആക്രമണവും തകർച്ചയും US നേരിടേണ്ടി വരുമെന്നുള്ള അതിശക്തമായ ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടാകാം ഇന്ന് രാവിലെയോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ഒരു യൂട്ടേൺ എടുക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. വേഗത്തിൽ ഒരു കരാറിലെത്തുകയാണെങ്കിൽ ഇറാനും മധ്യേഷ്യയിലെ മറ്റു രാജ്യങ്ങളും നൽകിയ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരെ നടത്തിയിരുന്ന സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചതായിട്ട് ഇന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് വെളുപ്പിനെ വരെ ഗ്ലോബൽ മാർക്കറ്റില് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിലുള്ള അതിശക്തമായ ഒരു ആശങ്കയ്ക്ക് നിലവിൽ പരിഹാരമായിട്ടുമുണ്ട്. എങ്കിലും ഇനിയും നാളെ രാവിലത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഒത്തിരിയേറെ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നതിനാലും ട്രംപിന്റെ വാക്കുകൾക്ക് യാതൊരുവിധ ഉറപ്പില്ലാത്തതിനാൽ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിലും നിലവിലുള്ള തീരുമാനങ്ങൾ പ്രകാരം ട്രംപിന്റെ ഒരു പ്രസ്താവന താൽക്കാലികമായിട്ടാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും ആശ്വാസം പകരുകയും ചെയ്യും. എങ്കിലും ശാശ്വതമല്ലാത്ത പരിഹാരമായതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും തീരുമാനങ്ങൾ മാറി മറിയാമെന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നതിനാലും വരാൻ പോകുന്ന ആഴ്ചയിലും ഇറാൻ US പ്രശ്നങ്ങളുടെ ഡെവലപ്മെന്റ്സുകളും ഗ്ലോബൽ മാർക്കറ്റിനെ പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശനിയാഴ്ച വെളുപ്പിന് 2:30 ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം 4% ഉയർച്ചയോടുകൂടി ബ്രെന്റ് ക്രൂഡിന്റെ വില $90.24 ക്രൂഡ് ഓയിലിന്റെ വില $86.80 per ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. മുൻപ് കണ്ട, അതായത് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീക്കെൻഡിൽ രൂക്ഷമാകുമെന്നുള്ള ആശങ്ക മാർക്കറ്റില് നിലനിന്നിരുന്നതിനാൽ തന്നെയാണ് എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയതും. മാത്രമല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഫെബ്രുവരി 27 രാത്രിയിലാണെങ്കിലും മാർച്ച് മാസമായിരുന്നു ഏതാനും വർഷങ്ങളായിട്ട് ഏറ്റവും ഗണ്യമായ ഉയർച്ച എണ്ണയുടെ വിലയിൽ രേഖപ്പെടുത്തിയെങ്കിൽ പിന്നീട് ഏപ്രിൽ 7 തീയതിയോടുകൂടി സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ജൂലൈ മാസമാണ് പിന്നീട് ശക്തമായ എണ്ണയുടെ വില
ഗ്ലോബൽ മാർക്കറ്റിൽ ഉയരുന്നതും. മാത്രമല്ല ഹോർമൂസില് ഇറാന്റെ ഭാഗത്ത് നിന്നും കപ്പലുകളുടെ സഞ്ചാരത്തെ ശക്തമായി തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഖത്തറിൽ നിന്നും LNGയുമായി പുറപ്പെട്ട ഖത്തറിന്റെ ഓയിൽ ടാങ്കറിനെ ഇറാൻ തടസ്സപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട്സും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റ് ഒട്ടനവധി എണ്ണ ടാങ്കറുകളെയും യാത്ര ഇറാൻ തടസ്സപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചത് എണ്ണയുടെ വിലയിലുണ്ടായ ഗണ്യമായ ഇടിവായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ എണ്ണയുടെ വില ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും എണ്ണയുടെ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ സെല്ലിംഗിന് ശേഷം കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെഷനുകളിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. വെള്ളിയാഴ്ചയും അവർ ബൈയിങ് തുടർന്നു, നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും. തൽഫലമായി അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് നിലകൊള്ളുന്നതും. എന്നിരുന്നാൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് എസ്പെഷ്യലി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലാണ് കൂടുതൽ ബൈ നടത്തുന്നതിനാൽ തന്നെ നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുമുള്ള ബൈ ലാർജ് ക്യാപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഇതിലേക്ക് പ്രധാനമായും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും സെഗ്മെന്റിലെ ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ്. കുറച്ചേറെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ IT മേഖലയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ 10% നേട്ടം കൈവരിക്കുവാനായി. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് കഴിഞ്ഞ വീക്കെൻഡോടുകൂടി യുഎസിൽ നിന്ന് വന്ന ആൽഫബറ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ AI സ്പെൻഡിങ്ങിന് മുകളിൽ ഉയർത്തിയ ആശങ്കയാണെങ്കിൽ, എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം യുഎസിൽ നിന്നും മൈക്രോസോഫ്റ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ റവന്യൂവിലുണ്ടായ വർധനവ് വീണ്ടും AI ചിപ്പ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇന്ത്യൻ IT മേഖലയെ പ്രധാനമായും കഴിഞ്ഞ ആഴ്ചയിൽ ശക്തിയാർജിക്കുവാൻ സഹായിച്ചത് AI ചിപ്പ് മേഖല നേരിട്ട ഇടിവ് ഇന്ത്യൻ IT മേഖലയ്ക്ക് ഗുണകരമായെങ്കിൽ പിന്നീട് അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ ഏകദേശം 4% നേട്ടം നിഫ്റ്റി ITയിൽ നിന്നും ചോർന്നു പോവുകയും ചെയ്തു. AI ചിപ്പ് മേഖല കരുത്താർജിച്ചതിനെ തുടർന്ന്. മാത്രമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകത്തിലെ വെച്ച് വൺ ഓഫ് ദ ലീഡിംഗ് AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റായ കൊറിയൻ മാർക്കറ്റിന് 15% നേട്ടം തുടരുവാനുമായിരുന്നു ശക്തമായ ഒരു തകർച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ വീണ്ടും ശക്തി ആർജിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ IT മേഖലയെ വീക്കൻ ചെയ്യുവാൻ ഇടയാക്കും. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. സ്റ്റുഡിയോയുടെ പാരന്റ് കമ്പനിയായ ട്രെൻഡ്, SBI, നൈക്ക, ഭാരതി എയർടെൽ, ടൈറ്റാൻ തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെടെ 573 കമ്പനികളുടെ Q1 ഏർണിംഗ്സുകളാണ് ഈ വരാൻ പോകുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നതും. കൂടാതെ കുറച്ചേറെ കമ്പനികൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും തുടർന്ന് ഇന്നലെ ശനിയാഴ്ചയും റിലീസ് ചെയ്തു. ആയതിനാൽ തന്നെ Q1 ഏർണിംഗ്സുകളും അവയോട് അനുബന്ധിച്ച് വരുന്ന കോർപ്പറേറ്റ് ഇവന്റ്സുകളായ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും റൈറ്റ് ഇഷ്യൂവിന്റെയൊക്കെ ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും നയിച്ചേക്കാം. ഇതിനു പുറമെ ഇന്നലെയും ഇന്നുമായിട്ട് ഓട്ടോ കമ്പനികൾ അവയുടെ ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അവയുടെ റിസൾട്ടിനെ കുറിച്ച് നാളത്തെ സ്റ്റോക്കിംഗ് ന്യൂസിൽ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയാണ് ജൂലൈ മാസം രേഖപ്പെടുത്തിയത്. 33%, 4.7 ലക്ഷം യൂണിറ്റ്സുകളാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ജൂലൈ മാസം ഇന്ത്യയിൽ വിറ്റഴിക്കുകയും ചെയ്തത്. എസ്പെഷ്യലി ടാക്സിന്റെ റിലീഫ് തന്നെയാണ് ശക്തമായ ഒരു കുതിപ്പ് പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ ഇന്ത്യയിൽ ഉടലെടുക്കുവാനും കാരണമാക്കിയതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകളും. ആയതിനാൽ തന്നെ പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസ് ഡാറ്റയും ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയും നാളത്തെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ജൂലൈ മാസത്തെ GST കളക്ഷന്റെ ഡാറ്റ ഇന്നലെ പുറത്തുവിട്ടു. വീണ്ടും ഇത് 2ാം തവണയും ഇന്ത്യയിലെ GST കളക്ഷൻ 2 ലക്ഷം എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയും ചെയ്തു. മാത്രമല്ല 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് 2.11 ലക്ഷം കോടി രൂപയാണ് ജൂലൈ മാസത്തെ ഇന്ത്യയിൽ നിന്നുമുള്ള GST കളക്ഷനായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. അതായത് ഇയർ ഓൺ ഇയർ ബേസിസിൽ 15.4% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ സ്പെക്ട്രം സംബന്ധിച്ച സേവന വിന്യാസ ബാധ്യതകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് ടെലികോം വകുപ്പിൽ നിന്ന് 26.8 കോടി രൂപയുടെ നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. റോസൽ
ടെക്സൈസ്, എയറോസ്പേസ്, പ്രതിരോധം, സെമി കണ്ടക്ടർ സൊല്യൂഷനുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇവർ. സ്റ്റോക്കില് കൊട്ടാക് മഹീന്ദ്ര അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഏകദേശം 5% ഓഹരി സ്റ്റോക്കിൽ സ്വന്തമാക്കി. ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 239 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ 33.9 കോടി രൂപയായിട്ട് ലോസ് കുറച്ചു. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 5% വർധനവും രേഖപ്പെടുത്തി. ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ നെറ്റ് പ്രോഫിറ്റില് 20.6%, റവന്യൂവില് 11.1% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ലേറ്റന്റ് വ്യൂ നെറ്റ് പ്രോഫിറ്റില് 8.8%, റവന്യൂവില് 0.6% ഇടിവ് രേഖപ്പെടുത്തി. മുത്തൂറ്റ് ഫൈനാൻസ് പ്രോഫിറ്റില് 38.8%, ടോട്ടൽ ഇൻകത്തില് 34% വർധനവ് രേഖപ്പെടുത്തി. CDSL നെറ്റ് പ്രോഫിറ്റില് 14.8%, റവന്യൂവില് 13.1% വർധനവ് രേഖപ്പെടുത്തി. നീൽകമൽ നെറ്റ് പ്രോഫിറ്റില് 59.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലെ 7.2% ഇടിവും രേഖപ്പെടുത്തി. ഡിവിസ് ലബോറട്ടറീസ് നെറ്റ് പ്രോഫിറ്റില് 65%, റവന്യൂവില് 27.8% വർധനവ് റിപ്പോർട്ട് ചെയ്തു. APL അപ്പോളോ ട്യൂബ്സ് നെറ്റ് പ്രോഫിറ്റില് 10.9%, റവന്യൂവില് 8.5% വർധനവ് രേഖപ്പെടുത്തി. ജിയോ ഫൈനാൻഷ്യൽ 60 പൈസ പെർ ഷെയർ എന്ന നിലയില് പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് 10 പ്രഖ്യാപനം കമ്പനി നടത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.